ലോകത്തെ വാതക ഉൽപാദനത്തിന്റെ 30% സംഭാവന ചെയ്യുന്നത് ഖത്തർ എന്ന കൊച്ചു രാജ്യമാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഖത്തറിലെ ഗ്യാസ് റിഫൈനറിയുടെ പ്രവർത്തനം നിലച്ചിട്ട് ഒരാഴ്ചയാകുന്നു. അപ്പോഴേക്കും ഇന്ത്യയിലെ പാചകവാതക വിതരണം താളം തെറ്റിക്കഴിഞ്ഞിരിക്കുന്നു. തെളിച്ചു പറഞ്ഞാൽ ഇറാൻ ഇസ്രയേൽ യുദ്ധം നമ്മുടെ അടുക്കളകളിലേക്കും എത്തിയിരിക്കുന്നു. 90 ദിവസത്തേക്കുള്ള ഇന്ധനവാതക കരുതൽ ശേഖരം വേണ്ടിയെടുത്ത് ഇവിടെ 10 ദിവസത്തേക്ക് പോലും ഉള്ളത് ഇല്ല എന്നതാണ് വാസ്തവം. തൊട്ടടുത്തുള്ള നേപ്പാളിൽ പോലും 24 ദിവസത്തേക്കുള്ള കരുതൽ ശേഖരം ഉള്ളപ്പോഴാണ് 56 ഇഞ്ചുള്ള ഇന്ത്യയുടെ എത്രമാത്രം ദയനീയം എന്നറിയുന്നത്. ഒരു കാലത്ത് ലോകത്ത് ചേരിചേരാ നയം തീരുമാനിച്ചിരുന്ന രാജ്യങ്ങളിൽ ഇന്ത്യക്ക് പ്രഥമ സ്ഥാനമുണ്ടായിരുന്നു. അവിടെ നിന്നും മോദിയിലേക്ക് എത്തുമ്പോൾ ഇളിഫ്യനായ ഒരു പ്രധാനമന്ത്രിയെയാണ് ഇന്ന് ലോകം കാണുന്നത്. ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും പിന്നാലെ ഇളിച്ച ചിരിയുമായി നടക്കുന്ന ഒരാൾ. ലോകത്ത് നടക്കുന്ന ഒരു സുപ്രധാന തീരുമാനങ്ങളിലും ഇന്ത്യക്ക് ഒരു പങ്കുമില്ല എന്നതാണ് വാസ്തവം. ഒരു കാലത്ത് കേരളത്തിലെ ബാർബർ ഷോപ്പ് മുതൽ ചായക്കടകളിൽ വരെ സാധാരണ മലയാളി അന്താരാഷ്ട്ര വിഷയങ്ങൾ സംസാരിക്കുമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അത്രയേറെ ലോകകാര്യങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചിരുന്നു. സന്ദേശം എന്ന അരാഷ്ട്രീയ സിനിമയിൽ ശ്രീനിവാസൻ അവരെ കളിയാക്കാനായി എഴുതി അവതരിപ്പിച്ച പ്രഭാകരൻ എന്ന കഥാപാത്രം പോളണ്ടിനെയും അമേരിക്കയെയും പറ്റി പറയുന്നത് പരിഹാസത്തോടെ കണ്ട മലയാളികൾക്കും അരാഷ്ട്രീയവാദികൾക്കും ഇന്ന് മനസ്സിലായിട്ടുണ്ടാകും എവിടെയോ നടക്കുന്ന യുദ്ധം എങ്ങനെയാണ് നമ്മളെ ബാധിക്കുക എന്ന്. മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണെന്ന് ഇനിയെങ്കിലും അവർക്ക് തിരിയുമെന്ന് ആശിക്കാം.